ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ നിങ്ങളെ നിരന്തരമായി റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക, അവിടെ നമുക്ക് പ്രാക്ടിക്കലായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി നമ്മളെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റീസൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. എന്നിരുന്നാലും ഇങ്ങനെ നമ്മളൊരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിരന്തരം റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളാണെങ്കിൽ സ്ഥിരമായി അവരുടെ പുറകെ ബെഗ് ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ ചേസ് ചെയ്തുകൊണ്ട് പോവുകയാണ്, എന്നെ നോക്കണം, എനിക്ക് അറ്റൻഷൻ വേണം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നിരന്തരം അവരുടെ പുറകെ നടന്ന് പറയേണ്ട ഒരവസ്ഥ, ഇങ്ങനെ പുറകെ പോയി സ്നേഹം വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ ആവുന്ന സമയത്ത് ഒരു പരിധി വരെ ആളുകൾക്ക് ഇതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ടയേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനിയും ഇത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മടുപ്പായിരിക്കാം, മടുത്തു എന്നുള്ളൊരു തോന്നലായിരിക്കാം, ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിരിക്കാം. ഇവിടെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലെവല് മാറ്റുക എന്നുള്ളതാണ്. അത് പറയാനുള്ള ഒരു റീസൺ കൂടി പറയാം. നമ്മുടെ ലൈഫിൽ സ്ഥിരമായ ഒരു വ്യക്തി നമ്മളെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന ആ വ്യക്തിയുടെ പുറകെ നമ്മൾ സ്ഥിരമായി പോകുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി നെഗറ്റീവ് ആയിരിക്കും. കാരണം സ്ഥിരമായി അവർ നമ്മളെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ട് കേട്ട് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആയിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൊല്യൂഷൻ. ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ ഒരു വ്യക്തി നിങ്ങളെ ജെന്യൂനായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തന്നെ റീകണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതേ റിലേഷൻഷിപ്പ് തന്നെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് ഈ എനർജി ലെവല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക, ഈ എനർജി ലെവൽ ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് അതേ റിലേഷൻഷിപ്പ് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഒന്ന്, ആ വ്യക്തിയെ നിങ്ങൾ സ്ഥിരമായി മെസ്സേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ഥിരമായി അവരെ മീറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ താല്പര്യവും പതിയെ പതിയെ കുറയും എന്നുള്ളതാണ്. അവർക്ക് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആയി ഇത് ഫീൽ ചെയ്യും. സോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയിലേക്ക് തിരികെ വരണമെന്ന് പൊതുവെ അങ്ങനെ ആരും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. സോ ഇങ്ങനെ ഡബിൾ ടെക്സ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പുറകെ പോയി ഓവറായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് ടൈം കണ്ടെത്തുക, നിങ്ങളെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് നമ്മുടെ ലൈഫിൽ അപ്ലിക്കബിൾ ആകണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം, അത് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആകണം. ആ ഒരു പീസ്ഫുൾനെസ്, ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ റിയൽ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയറിൽ സക്സസ് ആവാൻ ശ്രമിക്കുക. ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ആ കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കുറച്ച് സമയം മാറ്റിവെച്ച് അതിനു വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുക, ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പുറകെ ഇങ്ങനെ ബെഗ് ചെയ്ത് പോകേണ്ടി വരുന്നതിനൊരു റീസൺ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെ? അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇനി ഇൻ കേസ് അത് നിങ്ങൾ കരിയറിലൊട്ടും ഫോക്കസ്ഡ് അല്ല, അല്ലെങ്കിൽ ലൈഫിലൊട്ടും സീരിയസ് അല്ല, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലിമിറ്റേഷൻ ആണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ
സ്റ്റിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് തന്നെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ വ്യക്തമായി ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ മേൽ. അതായത് നിങ്ങളിങ്ങനെ ഒട്ടും സീരിയസ് അല്ല, അല്ലെങ്കിൽ കരിയറിൽ ഒട്ടും ഫോക്കസ്ഡ് അല്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ പേരിലാണ് ഞാൻ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ആ കാര്യത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളത്. കാരണം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചേഞ്ച് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കുന്ന സമയത്ത് തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും ഗ്ലൂമി ആയിട്ട്, അല്ലെങ്കിൽ വളരെ അൺഹാപ്പി ആയിട്ട്, ലൈഫിൽ ഇപ്പോഴും ഒട്ടും സീരിയസ് അല്ലാതെ, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഒട്ടും വാല്യൂ നൽകാതെയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതേ വ്യക്തി തന്നെ ലൈഫിലേക്ക് റിട്ടേൺ വരിക എന്ന് പറയുന്നത് കുറച്ച് ഒരു ടഫായിട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ നിങ്ങൾ കരിയറിൽ ഫോക്കസ്ഡ് ആകാൻ തീരുമാനിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറെ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ ഒരു റിലേഷൻഷിപ്പ് എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം ഓൾറെഡി നിങ്ങളുടെ ഭാഗത്തുനിന്നും നടന്നു കഴിഞ്ഞു, നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അതിൽ ഹാപ്പിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളുടെ ആ ഒരു എനർജി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ ടൈം കണ്ടെത്തുക, കുറച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. റിലേഷൻഷിപ്പ് എന്നതിലുപരി നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇത് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. മൂന്നാമതായി, നിങ്ങൾ റീകണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു നെഗറ്റീവ് ഇമോഷൻ മൈൻഡിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാനോ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടപ്പെടാനോ സാധിക്കില്ല. സോ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ മൈൻഡിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക, അത് ഒഴിവാക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഫോർഗീവ് ചെയ്യുക. ഫൈനലി, ട്രൈ ടു ബി സോഷ്യൽ. പലപ്പോഴും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് വരുന്നു, അല്ലെങ്കിൽ അത് ഇനി നടക്കില്ല, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിള്ളലുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിഷമം വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. പല ആളുകളും വളരെയധികം മൂഡ് ഓഫ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഒട്ടും മറ്റുള്ള ആളുകളുമായിട്ട് തീരെ സംസാരിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. സോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ, അതിലൊരു ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ അവരോടൊന്നും സംസാരിക്കാതെ, അവരെല്ലാം നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളതെല്ലാം ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു വളരെ ലോ ആയിട്ടുള്ള ഒരു എനർജി ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാനോ ആ ഒരു അട്രാക്ഷൻ പവർ തിരികെ നേടിയെടുക്കാനോ ഒന്നും സാധിക്കില്ല. സോ നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റേതെങ്കിലും വ്യക്തികളായിക്കൊള്ളട്ടെ, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ചെങ്കിലും സോഷ്യൽ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ മറ്റുള്ള ആളുകളോട് സംസാരിക്കാതെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് കൊണ്ടുവരിക. ചെറിയ രീതിയിലാണെങ്കിലും ചെറിയ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ ഓവറായിട്ട് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി റിജക്ഷൻ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ
ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. എനിവേസ്, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്